നാളെയാണ് മകരവിളക്ക്. തീർത്ഥാടകരെ വരവേൽക്കാൻ സന്നിധാനം സജ്ജമായി കഴിഞ്ഞു. ശബരിമലയിൽ മകരവിളക്കും മകരസംക്രമ പൂജയും നാളെ നടക്കും. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള പ്രസാദ ശുദ്ധിക്രിയകൾ 12-ാം തീയതി നടന്നു. ചൊവ്വാഴ്ച 13-ന് ബിംബശുദ്ധിക്രിയകൾ നടക്കും. അതേസമയം സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ജനുവരി 14 ബുധനാഴ്ച പകൽ 3:08-ന് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന മുഹൂർത്തത്തിലാണ് മകരസംക്രമ പൂജ. പകൽ 2:45-ന് നട തുറന്ന് 3-ന് സംക്രമ പൂജ ആരംഭിക്കും. തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികരാകും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാത്തി വൈകിട്ട് 6:40-നാണ് ദീപാരാധന. ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിക്കുക. തിരുവാഭരണവാഹക സംഘം വൈകിട്ട് 6:15-ന് 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിലെത്തുമ്പോൾ ദേവസ്വം മന്ത്രി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. സോപാനത്തെത്തിക്കുന്ന തിരുവാഭരണ പേടകം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ദീപാരാധന നടക്കും. തിരുവാഭരണ ഘോഷയാത്രയ്ക്കായി വനം വകുപ്പ് കാനനപാത സുരക്ഷിതമാക്കിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി വനം വകുപ്പ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പമ്പാ നദിക്ക് കുറുകെ സഞ്ചരിക്കാൻ താൽക്കാലിക നടപ്പാത നിർമ്മിച്ചു. അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പമ്പ, പുല്ലുമേട്, സന്നിധാന മേഖലകളിൽ നിലവിലുള്ള സ്ഥിരം ഉദ്യോഗസ്ഥർക്ക് പുറമെ 120 പേരെ അധികമായി വനം വകുപ്പ് വിന്യസിച്ചിട്ടുണ്ട്. അധികൃതർ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഭക്തർ മകരവിളക്ക് ദർശനം നടത്താവൂ. അനധികൃതമായി വനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പമ്പ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കീഴിൽ സ്പെഷ്യൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സഹായത്തിനായി തീർത്ഥാടകർക്ക് 04735203492 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.